പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവജനങ്ങൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെയും പ്രഭാതവന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. വലിയവനും പ്രസക്തനുമാകാനുള്ള അനേക ആത്മീയ സഹോദരങ്ങളുടെ അന്തർദാഹത്തെ മനസ്സിലാക്കി പിശാച് അങ്ങനെയുള്ളവരെ ആ സ്ഥാനത്തേക്ക് ആകർഷിച്ച് ദൈവകൃപയിൽ നിന്നും അകറ്റിക്കളയുന്ന പൈശാചിക പദ്ധതിയെ നാം തിരിച്ചറിയുക. തന്നെയല്ല, നമ്മുടെ പദവികളെ നോക്കി വെല്ലുവിളിക്കുന്ന പൈശാചിക ശബ്ദത്തെ അവിടുന്ന് തിരിച്ചറിയുവാൻ കഴിയണം. നമുക്കറിയാം, ഏതെങ്കിലും നല്ല ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അതിന് നെഗറ്റീവുമായി പോസിറ്റീവുമായി കാണുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകലിൽ നിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവ് ചിന്താഗതിയോട് കാണുമ്പോൾ അതിൻ്റെ അകത്ത് പ്രതികരിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഹൃദയമാണ് ദൈവം കാണുന്നത്. ഒരുപക്ഷെ ഞാൻ ഡെയിലി ഈ വാട്സാപ്പ് മെസ്സേജ് നിങ്ങളുടെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിൽ ഈ മെസ്സേജ് ഇടുമ്പോൾ അനേകർ ഒരുപക്ഷെ പറയാറുണ്ട്, പൈസ ലഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ പറയാറുണ്ട്. എന്നാൽ വാസ്തവമായി ഇതിൻ്റെ അകത്ത് അതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ കാര്യം. എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി അനേകരിലേക്ക് ദൈവം അതിനെ എത്തിച്ചു കൊടുക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ലാഭയിച്ച കൂടാതെ ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം കർത്താവിൻ്റെ വചനം എല്ലാവരോടുമായി ഷെയർ ചെയ്യുവാൻ ദൈവം കൃപ നൽകുന്നു. ഒരാൾ ഈ വചനം കേട്ട് ഹൃദയത്തിൻ്റെ അകത്തൊരു പരിവർത്തനമുണ്ടായി കർത്താവിൻ്റെ സ്ഥലം നേരോടെ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു എങ്കിൽ അതാണ് ഏറ്റവും ഉചിതമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് സാത്താൻ തിരുവചനം ഉപയോഗിച്ച് തന്നെ കർത്താവിനെ വീണ്ടും പരീക്ഷിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 450 അടിയോളം ഉയരമുള്ള യെരൂശലേം ദേവാലയത്തിൻ്റെ ഗോപുരത്തെങ്കിൽ ചെന്ന് താഴോട്ട് ചാടുക എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ചാടിയാൽ കർത്താവ് പരിക്കുകളൊന്നും പറ്റുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന തിരുവചന ഭാഗം അവനെ ഓർപ്പിച്ചുകൊണ്ട് സാത്താൻ ഉത്തരിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് അതിനെ തകർത്ത് കളയുവാനിടയായി. ഇന്ന് പകലിൽ ദൈവവൈതലെ, നിന്റെ ആത്മീയ ശുശ്രൂഷകളിലും നിന്റെ സഭകളിലും പ്രസിക്കും പെരുമിക്കും വേണ്ടി നീ ഉന്നത ഗോപുരങ്ങൾ കയറുവാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ നിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കുന്നുവോ? നിന്നെ ആകർഷിക്കുവാൻ അനുയോജ്യമായ തിരുവചന സകലങ്ങൾ ഉദ്ധരിക്കുവാൻ, ഈ ന്യായവാദങ്ങളിൽ നിന്നും നീ വീണു പോകാതിരിക്കുവാൻ കർത്താവ് നിന്നെ ഉയർത്തുന്നതായി മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറട്ടെ. നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യുവീൻ. അതേ, പിശാച് നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ പദവിയെ തകർത്ത് കളയാൻ, നിയോഗത്തെ തകർത്ത് കളയുവാൻ അവൻ പദ്ധതി ഒരുക്കി വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ വചനം ദൈവം നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.